എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. നായകനവൻ നമുക്കു മുൻപിലായി നൽവഴികളെ നിരത്തിയിടുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ നല്ലവനേശുവേ, നാടെങ്ങും ഘോഷിക്കും നിൻ മഹാസ്നേഹത്തെ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആരാണ് വാസ്തവമായി ഭാഗ്യവാനും ഭാഗ്യവതി? ദൈവവചനം വിശ്വസിക്കുന്നവർ. സങ്കീർത്തനങ്ങൾ 1 പറയുകയാണ്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. രാവും പകലും ദൈവവചനം ധ്യാനിക്കുകയും ദൈവത്തോട് ചേർന്ന് നടക്കുകയും ദൈവവചന അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് അത് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അവർ ഭാഗ്യവാന്മാരാണ്. ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, വചനം കേട്ടുകൊണ്ട് തങ്ങളെ തന്നെ അത് ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കണം. വചനം അനുസരിക്കുന്നവരായി നാം മാറണം എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്തതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്ന ഓരോ വാക്കുകളും വാഗ്ദത്തങ്ങളും. അത് നമ്മൾ വിശ്വസിക്കുകയും അത് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. വിശ്വാസത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഭയം, സംശയം മുതലായവ, അവിശ്വാസം മുതലായവ. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വചനം പറയുന്ന ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, നമ്മൾ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ദൈവത്തിൽ നമ്മൾ പ്രാപിക്കുന്ന ആളുകൾ, പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം എന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. അപ്പം കർത്താവ് തന്നോട് അരുളി ചെയ്തത്, എന്നോടും നിങ്ങളോടും വിശുദ്ധ വേദപുസ്തകത്തിലൂടെ അരുളി ചെയ്യുന്ന ഓരോ തിരുവചനവും ആ തിരുവചനത്തിന് നിവൃത്തി ഉണ്ടാകുമെന്ന് ഞാനും നിങ്ങളും വിശ്വസിച്ചാൽ നമ്മളെപ്പോലെ ഭാഗ്യവാന്മാർ വേറെ ആരുമില്ല. അപ്പോൾ തന്നെ ഈ ദൈവവചനം പറയുന്ന കാര്യങ്ങൾ അവിശ്വസിക്കുന്നവരെ പോലെ ഭാഗ്യദോഷികളും വേറെയില്ല. ദൈവവചനത്തിൽ ഏറ്റവും വിശ്വസിക്കേണ്ട കാര്യം എന്താണ്? യേശുവിനെ വിശ്വസിക്കുക എന്നതാണ് ദൈവവചനത്തിലെ അതിപ്രധാന കാര്യം. കാരണം മുഴുവൻ ലോകത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി ദൈവം വച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ മാത്രമാണ്. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്കു മുകളിൽ
രക്ഷപ്പെടാൻ ദൈവം വേറൊരു നാമം വച്ചിട്ടില്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനനത്തിനുള്ള മുന്നറിയിപ്പ് പറയുന്ന ഭാഗമാണ് 26 മുതലുള്ള വാക്യങ്ങൾ. 6-ാം മാസത്തിൽ മറിയയുടെ അടുത്ത് ദൂതൻ ചെല്ലുന്നതും വിവാഹ നിശ്ചയം മാത്രം കഴിഞ്ഞ മറിയയുടെ അടുക്കൽ ചെന്ന് മറിയോട് പറയാണ്, അകത്ത് ചെന്ന് കൃപ ലഭിച്ചോളെ, നിനക്ക് വന്ദനമെന്ന് പറയാണ്. കർത്താവ് നിൻ്റെ കൂടെ ഉണ്ട്, അതാണ് നിനക്ക് ലഭിച്ച കൃപ. എന്നിട്ട് പറയാണ്, ആ വാക്ക് കേട്ട് മറിയ ഭ്രമിക്കുകയാണ്. എന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയ, നീ ഭയപ്പെടരുത്, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അപ്പം മറിയ അതിന് 34-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നു. മറിയ ചോദിക്കുകയാണ്, മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൂതനപ്പം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അസാധ്യമായ വിഷയങ്ങൾ സാധ്യമായി തീരുക തന്നെ ചെയ്യും. 37-ാം വാക്യം പറഞ്ഞ, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. ദൂതൻ മറിയോട് പറഞ്ഞ കാര്യം, ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? ഒന്നും അസാധ്യമായിട്ടില്ല. അതിന് മറിയ പറയാണ്, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭാവിക്കട്ടെ എന്ന് പറഞ്ഞു. അവളെ ഇത് വിശ്വസിച്ചതിനെക്കുറിച്ചാണ് എലിസബത്ത് പറയുന്നത്. അവിടെ പറയാണ്, ഞാൻ കർത്താവിൻ്റെ ദാസി. കാര്യം ചരിത്രത്തിൽ ഇന്ന് വരെ നടക്കാത്തൊരു കാര്യം, ശാസ്ത്രത്തിൽ ഇന്ന് വരെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായൊരു ആളില്ല. അപ്പം ചരിത്രത്തിനും ശാസ്ത്രത്തിനും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം, ദൈവിക സത്യങ്ങൾ ചരിത്രത്തെക്കാട്ടും ശാസ്ത്രത്തിനൊക്കെ മുകളിലാണ്. ചരിത്രത്തിനും ശാസ്ത്രത്തിനും ഈ ലോകത്തിലെ ജ്ഞാനത്തിന് ദൈവിക സത്യങ്ങൾ തിരിച്ചറിയാൻ കഴിയത്തില്ല. ഇത് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ അല്ലാതെ ഒരാൾക്കും അത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. യേശുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിനാലാണ്. യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂലോകത്തിലെ യാത്ര ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തുകൊണ്ട് അവൻ നന്മ ചെയ്തു, പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കി. ഇവിടെ മറിയ പറഞ്ഞൊരു വാക്ക് അത് വിശ്വസിച്ചു. ദൂതൻ പറഞ്ഞ വാക്ക് മറിയ വിശ്വസിച്ച് പറയാണ്, കാരണം ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ യഹൂദ പട്ടണത്തിൽ എത്തി എലിസബത്തിനെ വന്ദിക്കുന്നതും. മറിയയുടെ വന്ദനം എലിസബത്ത് കേൾക്കുമ്പോൾ പിള്ള അവരുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഒരു പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരാൾ വേറൊരാളുടെ ഒരു വന്ദനം പറഞ്ഞ് അവരുടെ ആത്മാവിൽ നിറയും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിളിച്ചു പറഞ്ഞു, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ട ആളാണ്, നിൻ്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിൻ്റെ വന്ദന സ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. അതിനുശേഷമാണ് പറയുന്നത്, കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വിശ്വസിച്ചോണ്ടാ ദൂതനോട് പറഞ്ഞ്, ഇതാ അവിടെ കർത്താവെ, അവിടുത്തെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ഇഷ്ടം തിരഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലത്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലത്. നിന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചെന്നുള്ള ഒറ്റ കാരണത്താൽ യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയമുണ്ടാകും. പരാജയ ചിന്തകൾ മാറിപ്പോകട്ടെ, ഭാരങ്ങൾ ഇപ്പോൾ മാറിപ്പോകട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ, അവിശ്വാസം സംശയമൊക്കെ മാറിപ്പോകട്ടെ. പകരം ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. എന്നെ ഇന്ന് ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി എഴുതപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം.
ഇത് മറിയ വിശ്വസിച്ചു. പരിശുദ്ധാത്മാവിനാൽ വന്ന അരുളപ്പാടുകളും ദൈവവചനത്തിലെ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചു. ദൂതൻ പറഞ്ഞപ്പോൾ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞത് ഏറ്റെടുത്തതുപോലെ ഇന്ന് വചനം കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കാൻ, അതനുസരിക്കാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അരുളി ചെയ്തത് വിശ്വസിക്കാൻ, അങ്ങനെ ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവ് കരം പിടിച്ച് വഴി നടത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. ഹാർട്ട് സംബന്ധമായ എല്ലാ രോഗികളും യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യമാകട്ടെ. യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ, എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ, ഹല്ലേലൂയ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ, എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ, ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ, ഹല്ലേലൂയ.